കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന, എന്തിനേറെ പറയുന്നുവോ ആ പോരാടുന്ന സ്ത്രീ പുരുഷന്മാര് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവര് വെടിനിർത്തിയ വെള്ളിയാഴ്ച ജുമഅക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് അവർ പോയിട്ട് അന്നത്തെ ഖുതുബ പ്രസംഗത്തിൽ അവരെല്ലാം വിളിച്ചത്, പടച്ചവനെ ഈ ഖുദ്സിന് വേണ്ടി ഞങ്ങളെ രക്തസാക്ഷിയാക്കണേ എന്നാണ്. ഈ വാക്ക് കേട്ടാണ് മൈക്ക് ഓവൻ എന്ന് പറയുന്ന ഭൗമശാസ്ത്രജ്ഞനായ അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞൻ ഞെട്ടിപ്പോയി. പടച്ചവനെ റഹ്മാനെ, ഒരു സുരക്ഷിതത്വമില്ലാതെ ഇത്രയും ആയുധങ്ങൾ അവരുടെ തലയ്ക്ക് മീതെ ഇട്ട് ലോകത്തുള്ള മുഴുവൻ ആയുധങ്ങളും ആ ഇത്തിരിയുള്ള രാഷ്ട്രത്തെ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് ഉള്ള കെട്ടിടങ്ങളും പള്ളികളും ഒക്കെ തകർത്തണക്കെ പോലും, പട്ടിണി കിടത്തിയണക്കെ പോലും, പട്ടിണി മരണം വരെ സംഭവിച്ചു. ഹോസ്പിറ്റലുകൾ തകർത്ത് വെന്റിലേറ്ററിൽ കിടന്ന, എന്തിനേറെ പറയുന്നു, ആൾക്കാരൊക്കെ മരിച്ചുപോയി. അങ്ങനൊക്കെ ലോകത്ത് കാണിക്കാത്ത കൊടും ക്രൂരത നെതന്യാഹു കാണിച്ചപ്പോഴും വെടി നിർത്തി എന്നറിഞ്ഞ പാടെ അവരെല്ലാം സ്വന്തം മണ്ണിലേക്ക് വന്നിട്ട് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടി, ഇസ്സത്തുള്ളവരാകാൻ വേണ്ടി നമ്മുടെ ദൃഷ്ടിയിൽ അവരെ അടയാളങ്ങൾ കാണിച്ചു തരികയാണ്. അവിടുന്ന് മഹാനായ ആ മുഫ്തി അവിടുന്ന് ഖുത്ബ ഓതി. അവിടുന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്താ പ്രഖ്യാപിച്ചത്? വലാ തഹ്സബന്നല്ലദീന ഖുതുലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഹും ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വിദ്വസ്വലാത്തിന്റെ ഹൽക്കയിലേക്ക് വന്ന എന്റെ ഉമ്മമാരെ നമ്മൾ ചിന്തിക്കണം. എന്റെ ഉപ്പമാരെ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ ചിന്തിക്കണം. 40 വട്ടം സുഖത്തിലും ആഡംബരത്തിലും കഴിയുന്ന, ഒരു ക്ഷാമവുമില്ലാതെ കഴിയുന്ന നമ്മുടെ ഈമാൻ എത്ര ബലഹീനമാണെന്ന് ഞാനും നിങ്ങൾ ചിന്തിച്ചോ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ വിശുദ്ധമായ ആ ദീനിനെ നിലനിർത്താൻ ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് ചെന്നിട്ടോ ആ ഖതീബ് മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുന്നതിനിടയിൽ ഓതിയ ആയത്താണ് ലോകത്ത് മുഴുവനും ചർച്ചയായത്. വലാ തഹ്സബന്നല്ലദീന, നിശ്ചയം ആ ഒരു കൂട്ടരെ കുറിച്ച് ധരിച്ചു പോകരുത്, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടിയ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവര് വീരോതിഹാസം രചിച്ച അവരെ കുറിച്ച് ധരിച്ചു പോകരുത് അംവാതൻ, മരിച്ചുപോയവരാണെന്ന്. ബൽ, പക്ഷേ അഹ്യാഹുൻ, അവര് ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിന്റെ സമക്ഷത്തിൽ സർവപ്രതാപികളായി, സർവ ഐശ്വര്യന്മാരായി, സർവ അനുഗ്രഹീതരായി അവര് ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ യാ ഷഹീദ് യാ സലാം എന്ന് വിളിച്ചുകൊണ്ട് ഖുതുബ പ്രസംഗത്തിനിടയിൽ അവിടുന്ന് സാഗതം ചെയ്തുവെങ്കിൽ ഒരു 7 വയസ്സുകാരനായ അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന പൊന്നുമോനിനീത്തത്ത് പറയുകയാണ്. 7 വയസ്സുകാരനാണ്. അൽ ജസീറ പുറപ്പെട്ട, ആ ജസീറ പുറത്തുവിട്ട ന്യൂസാണ്, റിയാദ് പത്രം പുറത്തുവിട്ട ന്യൂസാണ്. ഈ ഖുതുബ പ്രസംഗത്തില് ഈ ആയത്ത് കേട്ടുടനെ 7 വയസ്സുകാരൻ, നമുക്കറിയാം 7 വയസ്സിൻ്റെതായ പ്രവൃത്തി പരിചയം നമ്മളുടെ ഇടയിൽ കുഞ്ഞുങ്ങളുണ്ട്. ആ പൊന്നുമോൻ വിളിച്ചു പറയുകയാണ്, എന്റെ വാപ്പ മരിച്ചുപോയി, എന്റെ വാപ്പ ഷഹീദാണല്ലോ,
എന്റെ ഉമ്മ മരിച്ചുപോയി, എന്റെ ഉമ്മയും ഷഹീദാണല്ലോ, എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ 4 പേര് മരിച്ചുപോയി, ഷഹീദാണല്ലോ, എന്റെ പ്രിയപ്പെട്ട 2 സഹോദരിമാര് മരിച്ചുപോയി, ഷഹീദാണല്ലോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളോട് 7 വയസ്സുകാരനായ അബ്ദുൽ ഖുദ്ദൂസി എന്ന് പറയുന്ന ഫലസ്തീൻ പയ്യൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അതുകൊണ്ട് എന്റെ വാപ്പ രക്ഷപ്പെട്ടു. ഇതൊരു ഇസ്രായേലി പൗരന് പറയാൻ പറ്റുമോ? ഒരു അമേരിക്കക്കാരന് പറയാൻ ധൈര്യം കിട്ടുമോ? നമ്മൾ ആലോചിക്കണം ഈമാന്റെ ബലം. 7 വയസ്സുകാരന്റെ ഉള്ളിൽ, അഥവാ അവന്റെ കൽബിലേക്ക്, അവന്റെ മനതാരിലേക്ക്. നമുക്ക് നമ്മുടെ ഒരു 50 വയസ്സ് നമ്മുടെ വാപ്പ മരിച്ചു പോയാലേ എന്തൊരു വിഷമോ. ചിലപ്പോ നമ്മൾ പലരും നിസ്കാരവും നിർത്തും. ഇനി നമ്മുടെ ഒരു പെട്ടെന്ന് നമ്മുടെ ഭാര്യ മരിച്ചു പോയാൽ കറക്റ്റ് സുബഹി നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കാരം നിർത്തും. എന്നെ റബ്ബ് പരീക്ഷിക്കുന്നില്ലെന്ന് ചോദിക്കും. ഇത് 7 വയസ്സുള്ള ഒരു പൊന്നുമോൻ. ഇനി സലാത്തിന് വന്നിട്ട് നമ്മുടെ ദുനിയാവിലെ കാര്യം നടക്കാതിരുന്നാൽ അടുത്ത സലാത്തിന് സംഭാവനയും കൊടുക്കത്തില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ. നമ്മുടെ ഈമാൻ ഇതല്ലേ ഉള്ളൂ. വിതുര പള്ളിയിൽ ഒരു സദക്ക കാണിക്കപ്പെട്ടിട്ട് കാര്യം നടക്കാതെ വന്ന പിന്നെന്ത് ചെയ്തിട്ടില്ല. നമ്മുടെ ഈമാൻ അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ എല്ലാം നടക്കണമെന്നാണ്. ഇവിടെ നടക്കണമെന്ന് നമ്മുടെയൊക്കെ ധാരണ. ഇവിടെ നടന്നില്ല. നമ്മുടെ ഈമാൻ എത്ര ബലഹീനമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ ആലോചിക്കാനാ. ഈ 7 വയസ്സുകാരന്റെ വാപ്പ മരിച്ചു. എന്തു മരണം? സാധാ മരണോ? ഉമ്മ മരിച്ചു. 4 സഹോദരങ്ങൾ മരിച്ചു. 2 സഹോദരിമാര് മരിച്ചു. നമ്മൾ ആലോചിക്കണം. ഇവൻ മാത്രമേ രക്ഷപ്പെട്ടു. ഈ പയ്യൻ മാത്രമേ. പക്ഷെ അല്ലാഹുവിന് കൊടുത്ത ധൈര്യം കണ്ടില്ലേ? ഈ വന്ന ഖുദ്സിൽ ജുമഅക്ക് വന്ന മുഴുവൻ ആൾക്കാരും അവനെ കെട്ടി